പി ബ്ലോക്ക് എലമെന്റ്സിൽ നമ്മൾ ഇനി പറയുക 14th ഗ്രൂപ്പ് എലമെന്റ്സ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം എന്നിവ അടങ്ങിയ 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ ഇനി പി ബ്ലോക്കിൽ പറയുക. അപ്പോൾ കൂട്ടുകാരെ, പി ബ്ലോക്ക് എലമെന്റ്സിൽ നമ്മൾ ഇനി പറയുക 14th ഗ്രൂപ്പ് എലമെന്റ്സ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ തുടങ്ങിയവ അടങ്ങിയ 14th ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് കൂട്ടുകാർക്കറിയാം. ഒരു ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുക ആ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലേ. ഒരു ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുക ആ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 14th ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുകയാണ്. 14ാം ഗ്രൂപ്പ് എലമെന്റ്സ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. കാർബണിൻ്റെ ആറ്റം നമ്പർ 4 ആണല്ലേ. കോൺഫിഗറേഷൻ എങ്ങനെ അവസാനിക്കും? 1s2, 2s2, 2p2. സിലിക്കൻ്റെ ആറ്റം നമ്പർ 14 കോൺഫിഗറേഷൻ എങ്ങനെ അവസാനിക്കും? എഴുതിക്കേ 1s2, 2s2, 2p6, 3s2, 3p2. റൈറ്റ്. അപ്പം നോക്കിക്കേ, കാർബൺ എന്ന 2ാം പീരീഡിൽ വന്ന എലമെന്റിന്റെ കോൺഫിഗറേഷൻ 2s2, 2p2 അവസാനിച്ചു. 3ാം പീരീഡിൽ വന്ന സിലിക്കൺ അവസാനിച്ചത് 3s2, 3p2. അപ്പോൾ 31 ആറ്റം നമ്പറുള്ള 4ാം പീരീഡിൽ വരുന്ന ജെർമേനിയത്തിന്റെ കോൺഫിഗറേഷൻ അവസാനിക്കുക 4s2, 4p2. റൈറ്റ്. ടിന്നിന്റെ കോൺഫിഗറേഷൻ അവസാനിക്കുക, നമ്മൾ 13th ഗ്രൂപ്പ് പഠിച്ചവർക്ക് എളുപ്പമോടെ അതുപോലെ അങ്ങ് പറയുകയാണ്, 5s2, 5p2. ലെഡിന്റെ കോൺഫിഗറേഷൻ അവസാനിക്കുക 6s2, 6p2 അല്ലെ. അപ്പോൾ എന്നാമത്തെ ഷെല്ലിൽ എന്നാമത്തെ പീരീഡിൽ വരുന്ന ഒരാളുടെ കോൺഫിഗറേഷൻ അവസാനിക്കുക ns2, np2. 2ാം പീരീഡിൽ കിടന്ന കാർബണിന്റെ കോൺഫിഗറേഷൻ 2s2, 2p2 അവസാനിച്ചു. സിലിക്കൺ 3s2, 3p2, ജെർമേനിയം 4s2, 4p2, ടിൻ 5s2, 5p2, ലെഡ് 6s2, 6p2 അല്ലെ. ശരി കൂട്ടുകാരെ, എങ്കിൽ എന്നാമത്തെ പീരീഡിൽ കിടക്കുന്ന ഒരാളുടെ കോൺഫിഗറേഷൻ എങ്ങനെ അവസാനിക്കും? ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2, np2. വാലൻസ് ഇലക്ട്രോൺസ് അവസാനത്തെ മെയിൻ ഷെല്ലിൽ 4 ഇലക്ട്രോൺസോ വാലൻസ് ഇലക്ട്രോൺസ് 4. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാൻ നോക്കണേ. അവസാനത്തെ മെയിൻ ഷെൽ വേണമെങ്കിൽ അതിന് മുമ്പുള്ളതും കൂടെ വരയ്ക്കാം, നമുക്ക് നോക്കാം. നോക്ക്, 1sc 2 ഇലക്ട്രോൺ, 2sc 2 ഇലക്ട്രോൺ, 2pയിൽ 1, 2, 3, 4, 5, 6 ഇലക്ട്രോൺ, 3sൽ 2 ഇലക്ട്രോൺ, പിയിലെ 3 ഓർബിറ്റലിലായി 2 ഇലക്ട്രോൺ. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇയാൾക്ക് സ്റ്റെബിലിറ്റിക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? വേണമെങ്കിൽ ഈ 2 ഇലക്ട്രോണുകളെ അങ്ങ് വിട്ടുകളഞ്ഞാൽ ബാക്കിയെല്ലാം പെയ്ഡ് ആവും. അപ്പോൾ 2 ഇലക്ട്രോണിനെ കളഞ്ഞ് വേണമെങ്കിൽ +2 സ്റ്റേറ്റ് കാണിക്കാം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ 2 ഇലക്ട്രോൺസിനെ കൂടാതെ ഈ 2 ഇലക്ട്രോൺസ് കൂടെ കളഞ്ഞാൽ ബാക്കിയെല്ലാം പെയ്ഡ് ആണെന്ന് മാത്രമല്ല നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനുമാണ്. അപ്പോൾ വേണമെങ്കിൽ 4 ഇലക്ട്രോൺസിനെ കളഞ്ഞ് +4 കാണിക്കാം. ഇനി മറ്റൊന്ന് നോക്കുക, ഇവിടേക്ക് 1 ഇലക്ട്രോൺ, ഇവിടേക്ക് 1 ഇലക്ട്രോൺ, ഇവിടേക്ക് 2 ഇലക്ട്രോൺ വീതം എൻ്റർ ചെയ്താൽ എല്ലാം പെയ്ഡ് ആവും. അപ്പം 4 ഇലക്ട്രോണിനെ സ്വീകരിക്കാം, -4 സ്റ്റേറ്റ് കാണിക്കാം. അപ്പോൾ ഇവർ കാണിക്കുന്ന സ്റ്റേറ്റുകൾ +2, +4, -4. ഇനി ഈ ഗ്രൂപ്പിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ +2 കാണിക്കാനുള്ള ചാൻസ് കൂടും, മുകളിലാണ് +4. അല്ലേ, കഴിഞ്ഞ ഗ്രൂപ്പിൽ നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് +3 ഉം +1 കമ്പയർ ചെയ്തില്ല, അതുപോലെ ഇവിടെ പറയുന്നത് ദി സ്റ്റെബിലിറ്റി ഓഫ് +4 സ്റ്റേറ്റ് ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് ആൻഡ് ദാറ്റ് ഓഫ് +2 സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പോൾ +4 കാണിക്കാനുള്ള ചാൻസ് താഴേക്ക് കുറയും, +2 കാണിക്കാനുള്ള ചാൻസ് കൂടും. അതായത് താഴെയുള്ള എലമെന്റ്സ് +2 ആയിരിക്കും കാണിക്കുന്നത്. എന്തുകൊണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞു, ഹെവിയർ എലമെന്റ്സിൽ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, അതുകൊണ്ട് എസ്സിലെ ഇലക്ട്രോൺസിനെ വിട്ടുകിട്ടില്ല, പിയിലെ ഇലക്ട്രോൺസിനെ മാത്രമേ വിട്ടുതരൂ. ഇനേർട്ട് പെയർ എഫക്റ്റ് മൂലം ഹെവിയർ എലമെന്റ്സിൽ നിന്ന് എസ് ഇലക്ട്രോൺസ് വിട്ടുതരില്ല, പി ഇലക്ട്രോൺസ് മാത്രമേ തരൂ, അതുകൊണ്ട് +2 സ്റ്റേറ്റ് കാണിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, ഹെവിയർ എലമെന്റ്സിൽ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, ആ ഇലക്ട്രോൺസിന് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിലും അതിനെ സാധാരണ ഇലക്ട്രോൺസ് തടയേണ്ടതാണ്. പക്ഷേ ഹെവിയർ എലമെന്റ്സിലെ ഇലക്ട്രോൺസ് ഡിയിലും എഫിലും ആണ്, അവർക്ക് ന്യൂക്ലിയർ ചാർജിനെ തടയാൻ പറ്റാത്തത് കൊണ്ട് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവർ പുറത്തേക്ക് നന്നായിട്ട് അനുഭവപ്പെടും. അങ്ങനെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായതുകൊണ്ട് എസ്സിലെ ഇലക്ട്രോൺസിനെ വിട്ടുകിട്ടില്ല, പേര് ഇനേർട്ട് പെയർ എഫക്റ്റ്. അതുകൊണ്ട് അവരെന്തേ കാണിക്കൂ? +2 കാണിക്കൂ. അപ്പോൾ താഴെയുള്ളവർ +2 സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുക. സോ യെസ് കൂട്ടുകാരെ, ഇനി നമ്മൾ പറയുക ഇവരുടെ അറ്റോമിക് സൈസ് എങ്ങനെയാണെന്നാണ്. നോക്കൂ, താഴേക്ക് വരുമ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. കാർബൺ ടു ലെഡ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്.
അറ്റോമിക് സൈസ് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഹൗവർ ദി ഇൻക്രീസ് ഒബ്സർവ്ഡ് ഈസ് സ്മാൾ. പക്ഷേ നമ്മൾ സാധാരണ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് സൈസ് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്ന അത്രയും വലിയൊരു ഇൻക്രീസ് കാണില്ല, എങ്കിലും അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്താൽ നിങ്ങൾക്കറിയാം അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസസ്. അപ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും അയോണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഡിക്രീസ് ചെയ്യും. ദെൻ ഇവരുടെ റിയാക്ഷൻസ് ആണ് പറയേണ്ടത് അല്ലേ. സോ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ 14ാം ഗ്രൂപ്പ് എലമെന്റിനെ ഞാൻ ഇ എന്ന് കാണിക്കുന്നു, ഓക്സിജനെ ഒ എന്ന് കാണിക്കുന്നു. ഓക്സിജൻ കാണിക്കുന്ന സ്റ്റേറ്റ് -2. 14ാം ഗ്രൂപ്പ് എലമെന്റ് +4 കാണിക്കാറുണ്ട്, +2 കാണിക്കാറുണ്ട്. അപ്പോൾ 14ാം ഗ്രൂപ്പ് എലമെന്റ്സ് ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡ്സിന് ഉണ്ടാക്കുന്നു. അവരുടെ ഫോർമുല നമുക്ക് നോക്കാം. എലമെന്റ് കാണിക്കുന്നത് +4 +2 സ്റ്റേറ്റുകളാണ്, ഓക്സിജൻ കാണിക്കുന്നത് -2. ശരി, നമ്മളിതിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ E2O4 എന്ന് കിട്ടും അല്ലേ. ഒന്ന് ചെറുതാക്കിയാൽ EO2, എക്സാമ്പിൾ CO2 നോക്കൂ. അതുപോലെ E2O, ഈ എലമെന്റ് +2 ഓക്സിജൻ -2 കാണിക്കുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താൽ E2O2 ചെറുതാക്കിയാൽ EO, എക്സാമ്പിൾ ഏറ്റവും താഴെയുള്ള ആളുകളല്ലേ +2 കാണിക്കുന്നു പറഞ്ഞ്. അപ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. അപ്പോൾ ടിന്നിൻ്റെ ഒക്കെ ഓക്സൈഡ് അല്ലെങ്കിൽ ലെഡിൻ്റെ PB ഓക്സൈഡ്, PBO, SN-ഒക്കെ SNO2 ഉണ്ടാക്കും, PBO. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ they form oxides of formula EO2 and EO. വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ദെൻ ഹാലൈഡ്സിൻ്റെ ഫോർമുല 14ാം ഗ്രൂപ്പ് എലമെന്റിനെ ഇ എന്ന് കാണിക്കുന്നു, ഹാലജനെ X എന്ന് കാണിക്കുന്നു. ഹാലജൻ -1 കാണിക്കൂ, പക്ഷേ എലമെന്റിന് +4 കാണിക്കാൻ കഴിയും, +2 കാണിക്കാൻ കഴിയും. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഫോർമുല EX4 എന്നും വരാം, EX2 എന്നും വരാം. അപ്പോൾ എക്സാമ്പിൾ CCl4. അതുപോലെ നോക്കൂ CCl4, PbCl2, കാരണം താഴെയുള്ള ആൾക്കാരാണ് +2 കാണിക്കുന്നത്. സോ ദെൻ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ 14ാം ഗ്രൂപ്പ് എലമെന്റ്സിൽ ടിൻ മാത്രമാണ് വാട്ടറുമായി എന്ന് പറഞ്ഞുകൂടാ, സ്റ്റീമുമായി റിയാക്ട് ചെയ്യുക. ടിൻ സ്റ്റീം പാസ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്യും. SN+2H2O gives SNO2 + 2H2. അപ്പോൾ ടിൻ ഡീകമ്പോസസ് ഓൺ പാസിംഗ് സ്റ്റീം. സോ ദീസ് ആർ ദി റിയാക്ഷൻസ് ഓഫ് 14th ഗ്രൂപ്പ് എലമെന്റ്സ്. ഓക്സിജനുമായി ചേരുമ്പോൾ ഓക്സൈഡ്സിന് ഉണ്ടാക്കും, ഹാലജനുമായി ചേരുമ്പോൾ ഹാലൈഡ്സിന് ഉണ്ടാക്കും, വാട്ടറുമായി ചേർന്നാൽ ടിൻ മാത്രം ഡീകമ്പോസ് ചെയ്യും. റൈറ്റ്. സോ അപ്പോൾ ഇനി നമ്മൾ പറയുക അനോർമലസ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ. അനോർമലസ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ നമ്മൾ 13ാം ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നല്ലോ. എന്താണ് അനോർമലസ് പ്രോപ്പർട്ടിക്ക് കാരണം? ഒരു ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നയാൾ ആ ഗ്രൂപ്പിലെ മറ്റുള്ളവരിൽ നിന്ന് ക്യാരക്ടേഴ്സിൽ കാണിക്കുന്ന വ്യത്യാസമാണ് അനോർമലസ് പ്രോപ്പർട്ടി. അപ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് എന്നിവയിൽ നിന്നും കാർബൺ ചില പ്രോപ്പർട്ടീസിൽ കാണിക്കുന്ന വ്യത്യാസം അനോർമലസ് പ്രോപ്പർട്ടി. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് നമുക്കറിയാം. ഏറ്റവും ടോപ്പിൽ കിടക്കുന്നയാളുടെ സൈസ് ഏറ്റവും ചെറുതാണ് അല്ലേ. കഴിഞ്ഞ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു സ്മാൾ സൈസ്. ചെറിയ സൈസ് ആണെങ്കിൽ അതിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഹൈ ആണ്. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ദെൻ നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് കാർബൺ 14ാം ഗ്രൂപ്പിലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഈസ് റെഫേർഡ് ആസ് അനോർമലസ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ. എക്സാമ്പിൾസ്: കാർബണിന് p മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, സ്വയവും അതുപോലെ മറ്റ് എലമെന്റ്സുമായിട്ട്. കാർബൺ ക്യാൻ ഫോം p മൾട്ടിപ്പിൾ ബോണ്ട്സ് വിത്ത് ഇറ്റ്സെൽഫ് ആൻഡ് അതർ എലമെന്റ്സ്. C ഡബിൾ ബോണ്ട്, C ട്രിപ്പിൾ ബോണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ കാർബൺ അതിൻ്റെ p ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യാൻ കഴിയും, സ്വയവും അതുപോലെ മറ്റ് എലമെന്റ്സുമായിട്ടും. അതുപോലെ കാർബണിന് ഇങ്ങനെ പരസ്പരം ലിങ്ക് ചെയ്ത് ചെയിനായോ അല്ലെങ്കിൽ റിംഗ് ആയോ ഒക്കെ ഇരിക്കാൻ സാധിക്കും. കാർബണിൻ്റെ ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേര് കാറ്റനേഷൻ. ആൻഡ് ദി മാക്സിമം കോവാലൻസി ഓഫ് കാർബൺ ഈസ് ലിമിറ്റഡ് ടു 4. കാർബണിന് ഡി ഓർബിറ്റ് ഇല്ലാത്തത് കൊണ്ട് പരമാവധി 4 പേരുമായി മാത്രമേ കമ്പൈൻ ചെയ്യാൻ സാധിക്കൂ. സോ വാട്ട് ആർ ദി അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ? ഏതൊക്കെയാണ്? കാർബണിന് p മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ കാർബണിന് സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെ ലിങ്ക് ചെയ്ത് ചെയിൻ ആകാം അല്ലെങ്കിൽ റിംഗ് ആകാം, അതിൻ്റെ പേര് കാറ്റനേഷൻ. കാർബണിന് പരമാവധി 4 പേരുമായി കമ്പൈൻ ചെയ്യാൻ സാധിക്കൂ. മാക്സിമം കോവാലൻസി ഈസ് ലിമിറ്റഡ് ടു 4. ഇതെല്ലാം കാർബണിൻ്റെ അനോമലസ് പ്രോപ്പർട്ടിയാണ്. കാർബണിൻ്റെ അനോമലസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്നും എക്സാമിന് ഒത്തിരി തവണ റിപ്പീറ്റഡായി ചോദിച്ചൊരു ചോദ്യമാണ്. SiCl4
undergoes hydrolysis. SiCl4 ഹൈഡ്രോളിസിസ് ഉണ്ട്. പക്ഷേ CCl4, റിപ്പീറ്റ്, SiCl4 ഹൈഡ്രോളിസിസ് ഉണ്ട്. ചോദ്യം, SiCl4 undergoes hydrolysis, but CCl4 will not undergoes hydrolysis. SiCl4 ഹൈഡ്രോളിസിസ് ഉണ്ട്, പക്ഷേ CCl4 ഹൈഡ്രോളിസിസ് ഇല്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. കൂട്ടുകാരെ, SiCl4 നിങ്ങൾ എടുത്തു വെച്ചാൽ ഈ SiCl4 ഞാൻ വാട്ടറുമായി റിയാക്ട് ചെയ്യിച്ചാൽ, വാട്ടറിലെ H+OH- അയോണുകളുമായിട്ട് ഒരാൾ റിയാക്ട് ചെയ്യുന്നതാണ് ഹൈഡ്രോളിസിസ്. അപ്പോൾ വാട്ടറിൽ ഒരു H+ഉം ഒരു OH- ഉണ്ട്. വാട്ടറിലെ ഒരു Hഉം ഈ Clഉം കൂടെ ചേർന്നാൽ HCl പോകും. അപ്പോ ബാക്കി ആരുണ്ടെന്ന് പറ. അപ്പോൾ വാട്ടറിനകത്ത് H+ഉം OH-ഉം, അതിലെ Hഉം Clഉം ചേർന്നാൽ HCl പോയി, ബാക്കിയുള്ള OH ഇവിടെ കയറി. റൈറ്റ്. ഇതുപോലെ 2 വാട്ടർ എടുത്താൽ എന്ത് സംഭവിക്കും? അടുത്തൊരു Hഉം Clഉം ചേർന്ന് HCl പോകും. 3 എണ്ണം എടുക്കുന്നു. ഒടുവിൽ ഞാൻ 4 വാട്ടർ എടുത്താൽ ഈ 4 Clഉം വാട്ടറിൽ നിന്നുള്ള 4 Hഉം കൂടെ ചേർന്ന് 4 HCl പോകും. എന്നിട്ട് ഈ 4 Cl പോയിടത്തെല്ലാം 4 OH കയറിയിരിക്കും. ഈ കിട്ടുന്ന SiOH 4 times, ഇതിൻ്റെ പേര് സിലിസിക് ആസിഡ്. അപ്പോൾ SiCl4 ഹൈഡ്രോളിസിസ് നടത്തിയാൽ 4 Cl വാട്ടറിലെ 4 Hയുമായി ചേർന്ന് 4 HCl പോകും, ബാക്കി 4 OH അവിടെ കയറിയിട്ട് അത് സിലിസിക് ആസിഡായിട്ട് മാറും. എന്നാൽ നിങ്ങൾ CCl4 എടുത്ത് ഇങ്ങനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ അവിടെ ഹൈഡ്രോളിസിസ് നടക്കില്ല. എന്തുകൊണ്ട്? ആൻസർ ഇതാണ്. നിങ്ങൾക്ക് ഇതിന് പല ഉത്തരങ്ങൾ എഴുതാം. ഏറ്റവും പ്രധാനം, ഇറ്റ് ഈസ് ഡ്യൂ ടു അനോർമലസ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ. കാർബണിന്റെ ഏത് റീസൺ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ, ഡ്യൂ ടു ദി നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ കാർബൺ. കാർബണിൽ ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് കാർബണിന് ഈ Clനെ മാറ്റി അവിടെ 4 OH- അയോണുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഫ്രണ്ട്സ്, ഡ്യൂ ടു ദി നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ കാർബൺ, ഇറ്റ് കനോട്ട് അക്കോമഡേറ്റ് 4 OH- അയോൺസ്. അതിന് ലാർജ് OH- അയോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. ദാറ്റ് ഈസ് വൈ CCl4 ഡസ് നോട്ട് അണ്ടർഗോസ് ഹൈഡ്രോളിസിസ്. അപ്പോൾ എക്സാക്ട് റീസൺ CCl4 ഹൈഡ്രോളിസിന് വിധേയമാകുന്നില്ല എന്നുള്ളത് കാർബണിന്റെ അനോമലസ് പ്രോപ്പർട്ടിക്ക് ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ കാരണം കാർബണിൽ ഡി ഓർബിറ്റൽസ് ഇല്ലാത്തതുകൊണ്ട് അതിന് 4 വലിയ OH- അയോണുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, SiF6 ഈസ് നോൺ. SiF6 എന്നൊരാളെ പറ്റി നമുക്കറിയാം, പക്ഷേ SiCl6 എന്നൊരാൾ ഇതുവരെയും എക്സിസ്റ്റ് ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം സിലിക്കണിൽ ഡി ഓർബിറ്റൽസ് ഉണ്ട്, അല്ലേ? ഡി ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് സിലിക്കണിന് 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാം. ഡി ഓർബിറ്റൽസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പരമാവധി 4 പേരെ അതിൻ്റെ ചുറ്റും വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഡി ഓർബിറ്റൽസ് ഇല്ലാത്തിടത്ത് മാക്സിമം കമ്പൈനിങ് കപ്പാസിറ്റി 4 എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം കേട്ടോണം. ഡി ഓർബിറ്റൽസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാളുടെ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസ് ഏതൊക്കെയായിരിക്കും? എസും പിയും. എസ് സബ് ഷെല്ലിൽ 1 ഓർബിറ്റൽ, പി സബ് ഷെല്ലിൽ 3 ഓർബിറ്റൽ. ടോട്ടൽ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ? 4 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി ഓർബിറ്റൽസ് ഇല്ലാത്തവർക്ക് 4 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സിലിക്കണിന് ഡി ഓർബിറ്റൽസ് ഉണ്ടായതുകൊണ്ട് 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാം. അതുകൊണ്ട് SiF6 എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ CF6 എന്ന് പറഞ്ഞ് കാർബൺ ഒരു കോമ്പൗണ്ടിന് ഉണ്ടാക്കാൻ കഴിയില്ല. സിലിക്കണിൽ ഡി ഓർബിറ്റൽസ് ഉണ്ടായതുകൊണ്ട് SiF6 എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ശരി, ഡി ഓർബിറ്റൽസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് SiCl6 എന്നൊരു കോമ്പൗണ്ട് ഇല്ല? റീസൺ, സിലിക്കന്റെ ഡി ചെറിയ ഡി ആണ്, 3D. അവിടെ വലിയ ക്ലോറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഡ്യൂ ടു സ്മാൾ സൈസ് ഓഫ് സിലിക്കൺ, ഇറ്റ് കനോട്ട് അക്കോമഡേറ്റ് ലാർജ് 6 Cl- അയോൺസ്. സിലിക്കന്റെ ഡിയുടെ സൈസ് ചെറുതായതുകൊണ്ട്, അല്ലെങ്കിൽ സിലിക്കന്റെ സൈസ് ചെറുതായതുകൊണ്ട് അതിന് വലിയ 6 Cl- അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് SiCl6 എന്നൊരാൾ ഇല്ല. ഓക്കെ, so that all about the questions related to the area
അനോർമലസ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ അനോർമലസ് പ്രോപ്പർട്ടി എന്താണെന്നറിയാം, അതിൻ്റെ റീസൺസ് അറിയാം, എക്സാമ്പിൾസ് അറിയാം, അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഇനി നമ്മൾ പറയുക അലോട്രോപ്സ് ഓഫ് കാർബൺ. കാർബണിൻ്റെ അലോട്രോപ്സ് ആണ്. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. കാർബണിൻ്റെ അലോട്രോപ്സ്. കാർബണിന് 3 അലോട്രോപ്പിക് ഫോമാണ് ഉള്ളത്. അലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ രൂപാന്തരങ്ങൾ. കാർബണിന് 3 രൂപാന്തരങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ഗ്രാഫൈറ്റ്, സെക്കൻഡ് വൺ ഡയമണ്ട്, തേർഡ് വൺ ഫുള്ളറീൻ. അപ്പോൾ കാർബണിൻ്റെ 3 അലോട്രോപ്സ്, ഐസോട്രോപ്സ് അല്ല, കാർബണിൻ്റെ 3 അലോട്രോപ്സ് ഏതെല്ലാം? ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറീൻ. കാർബണിൻ്റെ 3 അലോട്രോപ്സ് ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറീൻ. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കാർബണിൻ്റെ ഏറ്റവും തെർമലി സ്റ്റേബിളായ അലോട്രോപ്പിക് ഫോമാണ്. ഏറ്റവും ഹാർഡസ്റ്റായ അലോട്രോപ്പിക് ഫോമാണ് ഡയമണ്ട്. ഏറ്റവും പ്യുവറസ്റ്റായ അലോട്രോപ്പിക് ഫോമാണ് ഫുള്ളറീൻ. റൈറ്റ്, ശരി. ഇനി ഗ്രാഫൈറ്റിലെ കാർബൺ നിങ്ങൾ എടുത്താൽ ഗ്രാഫൈറ്റിലെ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലേ? sp2 എന്ന് പറയുമ്പോൾ എത്ര പേരാ മിക്സ് ആയിരിക്കുന്നത്? ഒരു എസും 2 പിയും. അപ്പം മൊത്തം എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 3. അപ്പോൾ ഒരു കാർബണിന് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും? 3 ബോണ്ട്സ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഗ്രാഫൈറ്റിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. അപ്പോൾ ഒരു കാർബണിന് അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 എന്ന് പറഞ്ഞാൽ എസും 2 പിയും ഉപയോഗിച്ചാണ് ഹൈബ്രിഡൈസേഷൻ നടത്തിയിരിക്കുന്നത് അല്ലേ? അപ്പം മൊത്തം 3 പേരെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന് ശ്രദ്ധിക്കും, എസും പിയും കൂടെ ചേർന്നാൽ 2 sp ഉണ്ടാവും. എസും 2 പിയും കൂടെ ചേർന്നാൽ 3 sp2. എസും 3 പിയും കൂടെ ചേർന്നാൽ എസും 3 മൊത്തം 4. അപ്പം 4 sp3. എങ്ങനെ നമ്മൾ പറയുന്നത്? അപ്പം 3 sp2, 3 പേരാ മിക്സ് ആയിരിക്കുന്നത്. അപ്പം 3 ബോണ്ടാ ഫോം ചെയ്യാൻ പറ്റുന്നത്. ഡയമണ്ടിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3. അപ്പോൾ ഒരാൾക്ക് 4 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും ഒരു കാർബണിന്. ഫുള്ളറിയിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷനും sp2. അപ്പോൾ ഒരാൾക്ക് 3 ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റും. ഇനി ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. നമ്മൾ കാർബണിനെ ഇങ്ങനെ വരച്ചാൽ ശ്രദ്ധിച്ചു നോക്കണേ. ഒന്ന് നോക്കണേ കൂട്ടുകാരെ, ഒരു കാർബൺ ആറ്റം നിങ്ങൾ പരിഗണിച്ച് അതിന് എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്ക്. 1, 2, 3. അടുത്തൊരു കാർബൺ ആറ്റം എത്ര ബോണ്ട്? 3. അടുത്തൊരു കാർബൺ ആറ്റം 3. ഇങ്ങനെ കാർബൺ ആറ്റങ്ങൾ പരസ്പരം 3 ബോണ്ട് ഫോം ചെയ്ത് ഒരു ലെയേർഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. ഇതുപോലെ അടുത്തൊരു ലെയർ കണ്ടോ? അപ്പോൾ കാർബൺ ആറ്റങ്ങൾ പരസ്പരം ബോണ്ട് ചെയ്ത് ഇങ്ങനെ ലെയേർഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. ഇനി ഓരോ ലെയറിലും കാർബൺ അതിന്റെ 3 ബോണ്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് കൊണ്ട് 2 ലെയറുകൾക്കിടയിൽ പിന്നെ ബോണ്ടിങ് ഇല്ല. ഈ 2 ലെയറുകൾക്കിടയിൽ ആകെ ഉള്ളത് വീക്ക് വാൻഡർവാൾസ് ഇന്ററാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഒരു ലെയറിന് മുകളിലൂടെ അടുത്ത ലെയറിന് ഇങ്ങനെ സ്ലിപ്പ് പാസ് ചെയ്യാൻ കഴിയും, തെന്നി നീങ്ങാൻ കഴിയും. സോ അതുകൊണ്ട് ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡ്രൈ ലൂബ്രിക്കൻറ്റ്. അതുകൊണ്ട് ഗ്രാഫൈറ്റിനെ നിങ്ങൾക്ക് ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഗ്രാഫൈറ്റിൽ ഒരു കാർബണിന് 3 ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഗ്രാഫൈറ്റ് ഇങ്ങനെ ലെയറുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. 2 ലെയറുകൾക്കിടയിൽ പിന്നെ ബോണ്ടിങ്ങിന് സാധ്യതയില്ല. കാരണം ഒരു ലെയറിൽ തന്നെ കാർബണിന്റെ 3 ബോണ്ടിങ് കംപ്ലീറ്റ് ആയി. അവ 2 ലെയറുകൾക്കിടയിൽ വീക്ക് വാൻഡർവാൾ ഫോഴ്സ്, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഓർ ലണ്ടൻ ഫോഴ്സസ് ഒക്കെ കേട്ടിട്ടില്ലേ? വളരെ വീക്കായ ലണ്ടൻ ഫോഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് 2 ലെയറുകൾ, 1 ലെയർ ക്യാൻ സ്ലിപ്പ് ആസ് ഷോൺ അനദർ, സോ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡ്രൈ ലൂബ്രിക്കൻറ്റ്. ഇനി ഡയമണ്ട് വരണം. ഡയമണ്ടിലെ കാർബൺ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാർബണിന് 4 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആദ്യം ഇതുപോലെ ഇങ്ങനെ ആദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കാർബൺ ആറ്റങ്ങൾ ചേർന്നൊരു ലെയർ ഫോം ചെയ്യും. ഇനി ഇതിന് പുറത്തുകൂടി ഒരു 2ാമത്തെ ലെയർ ഫോം ചെയ്യും. ശ്രദ്ധിച്ചേ, ഈ 2 ലെയറുകൾക്കിടയിൽ ബോണ്ടിങ് കാണും. എന്തുകൊണ്ടാ? ഇവിടെ ഒരു കാർബണിന് 3 ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റും. ആ 3 ബോണ്ട് ഇവിടെ തീർന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേടെ,
നിങ്ങളുടെ ഇവിടുത്തെ ഒരു കാർബൺ പരിഗണിച്ചാൽ ആ കാർബണിനെ സംബന്ധിച്ച് നോക്കുക, ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്. അപ്പം 2 ബോണ്ടേ ആയിട്ടുള്ളൂ അല്ലേ? സോറി, 1, 2, 3 ബോണ്ടേ ആയിട്ടുള്ളൂ അല്ലേ? അപ്പം 4ാമത്തെ ബോണ്ട് അതിൻ്റെ മുമ്പിലുള്ള ലെയറുമായിട്ട് ഫോം ചെയ്യും. അതുപോലെ ഈ കാർബൺ, അപ്പോൾ താഴത്തെ ലെയറിലെ കാർബണുകളെല്ലാം മുൻപിലത്തെ ലെയറിലെ കാർബണുകളും ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 3D നെറ്റ്വർക്ക് ഓഫ് കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഡയമണ്ട് എക്സ്ട്രീംലി ഹാർഡാണ്. ഗ്ലാസ് എല്ലാം കട്ട് ചെയ്യാൻ ഡയമണ്ട് ഉപയോഗിക്കാറുണ്ട്, റൈറ്റ്? അപ്പോൾ ഡയമണ്ടിനെ സംബന്ധിച്ച് ഒരു കാർബണിന് 3 ബോണ്ട് ഫോം ചെയ്യാൻ 4 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ലെയറുകൾക്കിടയിൽ ബോണ്ടിങ് ഉണ്ടാകുന്നതുകൊണ്ട് ഒരു 3D നെറ്റ്വർക്ക് ഓഫ് ബോണ്ടിങ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഫുള്ളറീൻ. ഫുള്ളറീൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ഫുട്ബോൾ ഇങ്ങനെ സങ്കല്പിച്ച് അതിനകത്ത് നമ്മളിങ്ങനെ ഹെക്സഗണൽ റിങ്സും പെൻറ്റഗണൽ റിങ്സും വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കിക്കേ. ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ആളാണ് ഫുള്ളറീൻ. അപ്പോൾ ഫുള്ളറീൻ കാർബണാറ്റങ്ങൾ പരസ്പരം ലിങ്ക് ചെയ്തൊരു സ്ഫിയർ ഷേപ്പ് ഫോം ചെയ്തിരിക്കും. ഒരു ബക്കി ബോൾ സ്ട്രക്ചർ നമ്മൾ പറയും അല്ലേ? അപ്പോൾ ഫുള്ളറീൻ ഒരു ബക്കി ബോൾ സ്ട്രക്ചറാണ്. അതിൽ ഇതുപോലെയുള്ള പെൻറ്റഗണൽ റിങ്ങും കാണും, ഹെക്സഗണൽ റിങ്ങും കാണും അല്ലേ? ഫുള്ളറീൻ എന്ന് പറയുന്നത് സാധാരണയായി 60 അല്ലെങ്കിൽ 70 കാർബണാറ്റങ്ങൾ ചേർന്ന അലോട്രോപിക് ഫോമാണ്. ഒറ്റ മോളിക്യൂളിൽ 60 അല്ലെങ്കിൽ 70 കാർബണാറ്റങ്ങൾ കാണും. ഇനി നിങ്ങൾ ഈ ഹെക്സഗണൽ റിങ്ങിൻ്റെയും പെൻറ്റഗണൽ റിങ്ങിൻ്റെയും എണ്ണം എടുത്താൽ ഏകദേശം ഒരു 20 ഹെക്സഗണൽ റിങ്ങും ഒരു 12 പെൻറ്റഗണൽ റിങ്ങും ആയിരിക്കും ഫുള്ളറീനകത്ത് സാധാരണ കാണപ്പെടാറുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച്. സോ ഫുള്ളറീൻ എന്ന് പറയുന്നത് അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ് നമ്മളെ ടോപ്പിക് അല്ലേ? കാർബണിൻ്റെ 3 അലോട്രോപ്സ് ഫോം ഏതൊക്കെയാണ്? ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറീൻ. കാർബണിൻ്റെ ഏറ്റവും തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ് അലോട്രോപിക് ഫോമാണ് ഗ്രാഫൈറ്റ്. ഇവിടുത്തെ കാർബണിൻ്റെ ഹൈബ്രിഡേഷൻ sp2 ആണ്. ഒരു കാർബണിന് 3 ബോണ്ട് ഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ലെയറിനകത്ത് ഈ 3 ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. അടുത്ത ലെയറിൽ 3 ബോണ്ട്. അപ്പോൾ ഈ 2 ലെയറുകൾക്കിടയിൽ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഡയമണ്ടിൽ അങ്ങനെയല്ല. ഒരു കാർബൺ 4 ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്, 2 ലെയറുകൾക്കിടയിൽ ബോണ്ടിങ് ആണ്. 3D നെറ്റ്വർക്ക് ഓഫ് ബോണ്ടിങ് ഉണ്ടായതുകൊണ്ട് ഡയമണ്ട് ഹാർഡായിരിക്കും. ദെൻ ഫുള്ളറീൻ എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ആളാണ്. അവിടെ പെൻറ്റഗണൽ റിങ്ങും ഹെക്സഗണൽ റിങ്ങും ചേർന്ന് സാധാരണ 60-70 കാർബണാറ്റങ്ങൾ ചേർന്ന് ഒരു മോളിക്യൂൾ ആയിരിക്കും. സാധാരണ അതൊരു നാനോ മെറ്റീരിയൽ ആയിട്ടായിരിക്കും കാണപ്പെടുക. സോ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഓരോന്നിൻ്റെയായി സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് വൺ ഗ്രാഫൈറ്റ്. നോക്കൂ, ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിയേ. ഒരു കാർബൺ ആറ്റം എത്ര ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു കൂട്ടുകാർ നോക്കിയുടെ? ഒരു കാർബൺ ആറ്റം, ഈ ഒരു കാർബൺ ആറ്റം നോക്കിക്കേ, അത് 1, 2, 3 ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ഈ ഒരു കാർബൺ ആറ്റം നോക്കിയേ, 1, 2, 3 ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ഒരു കാർബൺ ആറ്റം നോക്കിയേ, 1, 2, 3 ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഗ്രാഫൈറ്റിലെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഒരു കാർബണിന് 3 ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലെയറുകൾ എങ്ങനെ തന്നെ നിൽക്കും. ലെയറുകൾക്കിടയിൽ ബോണ്ടിങ് ഇല്ല, വീക്ക് വാണ്ടർവാൾ ഫോഴ്സേ ഉള്ളൂ. സോ ഈ ലെയറിന് മുകളിലൂടെ തെന്നി നീങ്ങാൻ കഴിയും. അപ്പം നമ്മൾ ഗ്രാഫൈറ്റിനെ ഒരു ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇനി ഡയമണ്ട് നോക്കണേ. ഡയമണ്ടിലെ കാർബൺ നിങ്ങൾ പരിഗണിച്ചാൽ ഡയമണ്ടിലെ ഒരു കാർബണിനെ സംബന്ധിച്ച് നോക്ക്, പുറകിലത്തെ ലെയറിൽ ഒരു കാർബണിനെ സംബന്ധിച്ച് അതിന് 1, 2, 3 ബോണ്ടുകൾ ആ ലെയറിൽ. അപ്പോൾ അടുത്ത ബോണ്ട് അതിൻ്റെ മുൻപിലുള്ള കാർബണുമായിട്ട് ഫോം ചെയ്യും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഡയമണ്ടിനകത്തൊരു 3D നെറ്റ്വർക്ക് ഓഫ് കോവാലന്റ് ബോണ്ടിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡയമണ്ട് എക്സ്റ്റെൻസീവ്ലി ഹാർഡാണ്, ഏറ്റവും ഹാർഡസ്റ്റ് ആയ മെറ്റീരിയൽ ആണ്, റൈറ്റ്? ദെൻ ഫുള്ളറീൻ നോക്ക്, ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ് ഫുള്ളറീൻ അല്ലേ? ഒരു ബക്കി ബോൾ സ്ട്രക്ചർ നമുക്ക് പറയാം. നോക്കിക്കേ, അവിടെ നിങ്ങൾക്ക് പെൻറ്റഗണൽ റിങ് കാണാം. കണ്ടോ? പെൻറ്റഗണൽ റിങ് ഉണ്ട്. അതുപോലെ ഇതിനുള്ളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഹെക്സഗണൽ റിങ്ങും കാണാം. അപ്പോൾ പെൻറ്റഗണൽ റിങ്ങും ഹെക്സഗണൽ റിങ്ങും ചേർന്നുണ്ടായിരിക്കുന്ന ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള സ്ട്രക്ചറാണ് ഫുള്ളറീൻ. ഇനി ഫുള്ളറീനകത്ത് സാധാരണയായി ഒരു 20 ഹെക്സഗണൽ റിങ്ങും 12 പെൻറ്റഗണൽ റിങ്ങുമാണ് കാണപ്പെടാറുള്ളത്. 2 പെൻറ്റഗണൽ റിങ് സാധാരണ അടുത്ത് വരാറില്ല. ഹെക്സഗണൽ റിങ്ങുകളെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പെൻറ്റഗണൽ റിങ് സഹായിക്കുക. ഇനി ഫുള്ളറീന് ഉൾഭാഗത്ത് ക്യാവിറ്റീസ് ഉണ്ട്. ഇതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അതിനകത്ത് ക്യാവിറ്റീസ് ഇല്ലേ? അപ്പോൾ ബോഡിയുടെ ഉൾഭാഗങ്ങളിലേക്ക് ഡ്രഗ് ഡെലിവറി നടത്താൻ, ഒരു പ്രത്യേക ഭാഗത്ത് ഡ്രഗ് എത്തിക്കാൻ വേണ്ടി ഫുള്ളറീൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഓൾ അബൌട്ട്
ദി അലോട്രോപിക് ഫോംസ് ഓഫ് കാർബൺ. ശരി, ഇനി നമ്മൾ അപ്പോൾ കാർബണിൻ്റെ അലോട്രോപിക് ഫോംസ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ സിലിക്കണിൻ്റെ കോമ്പൗണ്ട്സിലേക്ക് പോവുകയാണ്. കോമ്പൗണ്ട്സ് ഓഫ് സിലിക്കൺ. സിലിക്കണിൻ്റെ കോമ്പൗണ്ട്സിൽ നമ്മൾ ആദ്യം പറയുന്നത് സിലിക്ക. വാട്ട് ഈസ് സിലിക്ക? നമ്മൾ ഇനി പറയുന്നത് സിലിക്കണിൻ്റെ കോമ്പൗണ്ട്സ് ആണ് കൂട്ടുകാരെ. കേൾക്കൂ, വാട്ട് ഈസ് സിലിക്ക? SiO2 ഈസ് കോമൺലി കാൾഡ് സിലിക്ക. SiO2വിനെ പൊതുവായി പറയുന്ന പേര് സിലിക്ക. നോക്കിക്കേ, എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ? ഇതാ ഇങ്ങനെ. വെയിറ്റ്. അപ്പോൾ SiO2 ഈസ് കോമൺലി കാൾഡ് സിലിക്ക. ഇതിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ വളരെ രസകരമാണ്. SiO2 കണ്ടല്ലോ, then again അടുത്ത SiO2 കണ്ടല്ലോ, അടുത്തൊരു SiO2, then SiO2, 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 സിലിക്ക. ഇനി SiO2 യൂണിറ്റുകൾ ഇതാ ഇങ്ങനെ കണക്റ്റ് ആവുന്നു. ഓക്കെ, കാരണം ഓക്സിജൻ അതിൻ്റെ വാലൻസി 2, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കണക്റ്റ് ആവും. ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ സിലിക്കയ്ക്ക് ഒരു 2 ഡൈമെൻഷണൽ നെറ്റ്വർക്ക്, ഡയമണ്ടിലെ പോലെ 3D അല്ല, ഒരു 2D നെറ്റ്വർക്ക് ഓഫ് കോവാലന്റ് ബോണ്ടിങ് ഉണ്ട് സിലിക്കയിൽ. ദിസ് മേക്സ് സിലിക്ക ഹാർഡ്. സോ SiO2 ഈസ് എ സോളിഡ്, റൈറ്റ്? അപ്പോൾ സിലിക്കൻ്റെ കോമ്പൗണ്ട്സിൽ ഒന്നാമതായി ഞാൻ പറഞ്ഞത് സിലിക്ക. SiO2 ഈസ് കോമൺലി കാൾഡ് സിലിക്ക. അപ്പോൾ SiO2 ദാ ഇങ്ങനെ ഒരു ലെയർ ഷേപ്പിൽ 2D നെറ്റ്വർക്ക് ഓഫ് കോവാലന്റ് ബോണ്ടിങ് വഴി സോളിഡ് ആയിരിക്കും. ഇവിടെ നിന്നൊരു ചോദ്യം വരാറുണ്ട്. ചോദ്യം എന്താ ഇങ്ങനെ: CO2 ഈസ് എ ഗ്യാസ് ബട്ട് SiO2 ഈസ് എ സോളിഡ്. CO2 ഒരു ഗ്യാസ് ആണ്, പക്ഷേ SiO2 ഒരു സോളിഡ് ആണ്. എന്തുകൊണ്ട്? കാരണം ഇതാണ്, SiO2വിൽ 2D നെറ്റ്വർക്ക് ഓഫ് ബോണ്ടിങ് ആണ്, പക്ഷേ CO2 ഒരു ലീനിയർ മോളിക്യൂളാണ്, പരസ്പരം കണക്ഷൻ ഇല്ല CO2 മോളിക്യൂൾസിന്. അതുകൊണ്ട് CO2 ഗ്യാസ് ആണ്, 2D നെറ്റ്വർക്ക് ഓഫ് ബോണ്ടിങ് ഉണ്ടായതുകൊണ്ട് SiO2 സോളിഡ് ആണ്, റൈറ്റ്? ശരി, സിലിക്കൻ്റെ രണ്ടാമത്തെ കോമ്പൗണ്ട് സിലിക്കേറ്റ്സ്. എന്താണ് സിലിക്കേറ്റ്സ്? സിലിക്കേറ്റ്സ് കണ്ടെയ്ൻസ്, ശ്രദ്ധിക്കൂ, സിലിക്കേറ്റ്സ് കണ്ടെയ്ൻസ് SiO4 ടെട്രാഹീഡ്രൽ യൂണിറ്റ്സ്. അപ്പോൾ സിലിക്കേറ്റിനകത്തുള്ളത് SiO4 ടെട്രാഹീഡ്രൽ യൂണിറ്റ്സ് ആണ്. എങ്ങനെയാണ് നോക്കാം. SiO കണ്ടോ, ഇങ്ങനെ SiO4 ടെട്രാഹീഡ്രൽ യൂണിറ്റുകൾ ചേർന്നതാണ് സിലിക്കേറ്റ്സ്. ഈ സിലിക്കേറ്റ്സ് ചിലപ്പോൾ ഇങ്ങനെ സിമ്പിൾ യൂണിറ്റ്സ് ആയി കാണപ്പെടും, ചിലപ്പോൾ ഇത് ഒന്ന് നോക്കണേ, ഇങ്ങനെ ഇരിക്കുന്ന SiO4 യൂണിറ്റ് അടുത്ത ഒന്നുമായി ഒരു ഓക്സിജനെ ഷെയർ ചെയ്ത്, അപ്പോൾ ഓക്സിജൻ്റെ വാലൻസ് കംപ്ലീറ്റ് ആക്കാനായി മൈനസ് ഇട്ടേക്കുന്നത്. ഈ ഓക്സിജൻ രണ്ടുപേരുമായി കണക്ട് ചെയ്യുമ്പോൾ പിന്നെ മൈനസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ വേണ്ട, ഇത് അടുത്ത സിലിക്കണുമായി കണക്റ്റായി, ഇങ്ങനെ കണക്റ്റായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മൈനസിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ലെയർ ഷേപ്പോ അല്ലെങ്കിൽ ഒരു ചെയിനോ ലെയറോ ഒക്കെ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ സിലിക്കേറ്റ്സ് എന്താണ്? സിലിക്കേറ്റ്സ് നോക്കണേ, സിലിക്കേറ്റ്സ് കണ്ടെയ്ൻസ് SiO4 ടെട്രാഹീഡ്രൽ യൂണിറ്റ്സ്. ഒന്നുകിൽ സിലിക്കേറ്റ്സ് SiO4 ടെട്രാഹീഡ്രൽ യൂണിറ്റ്സ് ആയിട്ട് കാണപ്പെടും, നമ്മൾ ഈ പറഞ്ഞതുപോലെ SiO4 ടെട്രാഹീഡ്രൽ യൂണിറ്റ്സ്. അല്ലെങ്കിൽ ഇറ്റ് എക്സിസ്റ്റ് ആസ് ചെയിൻസ് ഓർ ലെയേഴ്സ്. എങ്ങനെയാ ചെയിനോ ലെയറോ ആയിട്ട് മാറുന്നത്? രണ്ട് സിലിക്കേറ്റ് വന്നിട്ട് അടുത്തടുത്തിരിക്കുന്ന ഓക്സിജൻ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ സിലിക്കേറ്റ്സ് കണ്ടെയ്ൻസ് SiO4 യൂണിറ്റ്സ് or it exists as chains or layers by sharing common oxygen atom. ഇപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ഷെയർ ചെയ്യാം, വേണമെങ്കിൽ ഇതുമായിട്ട് താഴെയുള്ളൊരു സിലിക്കൺ ഷെയർ ചെയ്താണ്ട് ഇങ്ങനെ പോകാം കൂടെ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ഓക്സിജൻ ആറ്റങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് സിലിക്കേറ്റ്സ് പലപ്പോഴും ചെയിൻസ് ആയും ഷീറ്റ്സ് ആയും എല്ലാം കാണപ്പെടും, റൈറ്റ്? അപ്പോൾ സിലിക്കേറ്റ് സിംപിളി മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് SiO4 യൂണിറ്റ്സ്. പലപ്പോഴും അത് ഒരേ ഓക്സിജൻ ആറ്റത്തെ ഷെയർ ചെയ്ത് ചെയിൻ ആയോ അല്ലെങ്കിൽ ലെയർ ആയിട്ടോ ഒക്കെ പോകാറുണ്ട്. ശരി, സിലിക്കേറ്റിനെ സംബന്ധിച്ച് ഒറ്റ കാര്യം കൂടി,
ഈ സിലിക്കേറ്റിനകത്ത് SiO4 4- യൂണിറ്റ്സ് ഇരിക്കുന്ന സിലിക്കേറ്റ്സിനകത്ത് സം സിലിക്കൺ ആറ്റംസ്, കുറച്ച് സിലിക്കൺ ആറ്റങ്ങളെ മാറ്റി അലുമിനിയം ആറ്റങ്ങൾ വന്നു എന്നിരിക്കട്ടെ. ഇഫ് സം സിലിക്കൺ ആറ്റംസ് were replaced by അലുമിനിയം ആറ്റംസ്, അപ്പോൾ ഇതിൻ്റെ പേര് അലുമിനോ സിലിക്കേറ്റ്സ് എന്നാവും. അപ്പോൾ സിലിക്കേറ്റ്സിനകത്തുള്ളത് SiO4 4- യൂണിറ്റ്സ് ആണ്. അതിലെ ചില സിലിക്കൺ ആറ്റങ്ങളെ മാറ്റി അലുമിനിയം ആറ്റം വന്നാൽ അതിൻ്റെ പേരെന്താവും? അലുമിനോ സിലിക്കേറ്റ്. സിലിക്കണും അലുമിനിയം തമ്മിലുള്ള വ്യത്യാസം, സിലിക്കൺ 14-ാം ഗ്രൂപ്പ് വാലൻസ് 4, അലുമിനിയം 13-ാം ഗ്രൂപ്പ് വാലൻസ് 3. അപ്പോൾ 1-ന്റെ കുറവ്, അത് പരിഹരിക്കാൻ അവിടെ ഒരു സോഡിയം കയറിയിരിക്കും. അപ്പോൾ അത് സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ആയിട്ട് മാറും. അതിനെ സോഡിയത്തെ ഞാൻ Na എന്ന് കാണിക്കും, അലുമിനിയം സിലിക്കേറ്റിനെ ചുരുക്കി Z എന്ന് കാണിക്കും. NaZ. സോഡിയം അലുമിനിയം സിലിക്കേറ്റ്സ് ആർ കാൾഡ് സിയോലൈറ്റ്സ്. ഹാർഡ്നെസ് ഓഫ് വാട്ടർ റിമൂവ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ നോക്കൂ, സിലിക്കേറ്റ്സ് കണ്ടെയ്ൻസ് SiO4 4- യൂണിറ്റ്സ്. ചിലപ്പോൾ അത് സിംഗിൾ യൂണിറ്റുകളായി കാണപ്പെടാം, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഓക്സിജൻ ആറ്റങ്ങൾ ഷെയർ ചെയ്ത് ചെയിനുകളായോ ലെയറായോ കാണപ്പെടാം. ശരി, ചില സിലിക്കൺ ആറ്റങ്ങൾ മാറ്റി അലുമിനിയം ആറ്റങ്ങൾ വന്നാൽ അത് അലുമിനോ സിലിക്കേറ്റ്സ് ആയി. അപ്പോൾ വാലൻസിയുടെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് അത് സോഡിയം അവിടെ കയറി സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ആവും. സോഡിയം അലുമിനോ സിലിക്കേറ്റ്സ് ആർ കാൾഡ് NaZ, സിയോലൈറ്റ്സ്. റൈറ്റ്? ശരി, അപ്പോൾ സിയോലൈറ്റ്സ് എന്താണ്? സിയോലൈറ്റ്സ് സോഡിയം അലുമിനിയം സിലിക്കേറ്റ്സ് ആർ കാൾഡ് സിയോലൈറ്റ്സ്. സിയോലൈറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ ZSM5 ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിയോലൈറ്റ്. റൈറ്റ്? ഇനി സിയോലൈറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് നിങ്ങൾക്കറിയാം, ഹാർഡ്നെസ് മാറ്റാൻ അല്ലേ, റിമൂവ് ഹാർഡ്നെസ് മാറ്റാൻ. രണ്ടെന്താ സിലിക്കേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ? രണ്ടാമതായി സിലിക്കേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ മോളിക്കുലാർ ഫിൽറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. സിലിക്കേറ്റ്സിനകത്ത് ചെറിയ ഹോൾസ് ഉണ്ട് സിലിക്കേറ്റ്സിൻ്റെ സർഫസിൽ, അതുകൊണ്ട് മോളിക്യൂൾസിനെ അരിച്ചു മാറ്റാനുള്ള അരിപ്പകളായിട്ട് സിയോലൈറ്റ്സിനെ ഉപയോഗിക്കാം. അപ്പോൾ സിയോലൈറ്റ്സ് ആർ യൂസ്ഡ് ഫോർ റിമൂവിങ് ഹാർഡ്നെസ് ആൻഡ് ദേ ആർ യൂസ്ഡ് എസ് മോളിക്കുലാർ ഫിൽറ്റേഴ്സ്. 4 സിയോലൈറ്റ്സിൻ്റെ സിയോലൈറ്റ്സിൻ്റെ മൂന്നാമത്തെ യൂസ്. സിയോലൈറ്റ്സ് ആർ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, രാസപ്രവർത്തനത്തെ സഹായിക്കുന്നവ. സിയോലൈറ്റ്സിൻ്റെ പ്രത്യേകത അതിൻ്റെ സർഫസ് ഇതാണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്യാവിറ്റീസ് കാണും. അപ്പോൾ ഈ ക്യാവിറ്റിക്ക് സ്യൂട്ടബിളായ ആളെ സിയോലൈറ്റ് പിടിച്ചു വയ്ക്കും. അപ്പോൾ ഇങ്ങനൊരു ക്യാവിറ്റിയാണെന്നിരിക്കട്ടെ, അപ്പോൾ ഇതിന് സ്യൂട്ടബിളായ ആളെയാണ് സിയോലൈറ്റ് പിടിച്ചു വയ്ക്കുക. അങ്ങനെ ഷേപ്പ് നോക്കി മോളിക്യൂൾസിനെ പിടിച്ചു വയ്ക്കുന്ന കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യും. സോ വാട്ട് ആർ ദി യൂസസ് ഓഫ് സിയോലൈറ്റ്സ്? ദേ ആർ യൂസ്ഡ് ടു റിമൂവ് ഹാർഡ്നെസ്, ദേ ആർ യൂസ്ഡ് എസ് മോളിക്കുലാർ ഫിൽറ്റേഴ്സ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് എസ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. ശരി, ഇനി നമ്മൾ കാർബണിൻ്റെ കോമ്പൗണ്ട്സിൻ്റെ ഭാഗത്ത് പറയേണ്ടിയിരുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്താണ് കോമ്പൗണ്ട്സ് ഓഫ് കാർബണിൽ പറയേണ്ടതായിരുന്നു, എന്താണ് പ്രൊഡ്യൂസർ ഗ്യാസും വാട്ടർ ഗ്യാസും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, നിങ്ങൾ കോക്കിനെ സ്റ്റീമുമായി റിയാക്ട് ചെയ്യിച്ചാൽ C+H2O ഗീവ്സ് CO+H2 അല്ലേ? CO+H2നെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയാം, വാട്ടർ ഗ്യാസ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സിൻഗ്യാസ് ഓർ സിന്തസിസ് ഗ്യാസ്. ഇനി ഇതേ കാർബണിനെ ഞാൻ അന്തരീക്ഷവായുമായിട്ട് റിയാക്ട് ചെയ്തു. അന്തരീക്ഷവായുവിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഓക്സിജൻ്റെ 4 ഇരട്ടി നൈട്രജൻ ഉണ്ട്. 21% ഓക്സിജൻ ആണെങ്കിൽ 78% നൈട്രജനാണ്. അപ്പോൾ 20ൻ്റെ ഇരട്ടിയോളം വരും, 80 അല്ലേ? അപ്പോൾ ഒരു ഓക്സിജൻ ആണെങ്കിൽ 4 N2. അപ്പോൾ നോക്ക്, 2 Cയും 2 Oയും ചേരുമ്പോൾ 2 CO + 4 N2. CO + N2നെ വിളിക്കുന്ന പേര് പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, നമ്മൾ കാർബണിൻ്റെ കോമ്പൗണ്ട്സ് പറയേണ്ടതായിരുന്നു, അവിടെ നമ്മളൊന്ന് സ്കിപ്പായി പോയതാണ്. ശ്രദ്ധിക്കൂ, എന്താണ് പ്രൊഡ്യൂസർ ഗ്യാസ്, എന്താണ് വാട്ടർ ഗ്യാസ്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ CO + N2 ഈസ് കാൾഡ് പ്രൊഡ്യൂസർ ഗ്യാസ് ആൻഡ് CO + H2 ഈസ് കാൾഡ് സിൻ ഗ്യാസ്. അവിടെ ഒരു കാര്യം കൂടി, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന പേരെന്ത്? ഓർത്തോണം, ഡ്രൈ ഐസ്. സോ വാട്ട് ഈസ് ഡ്രൈ ഐസ്? ഡ്രൈ ഐസ് ഈസ് കാൾഡ് ഡ്രൈ ഐസ് ഈസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കാൾഡ് ഡ്രൈ ഐസ്. ഇത് റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്.
നമ്മുടെ കോവിഡ് വാക്സിൻസ് എല്ലാം റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി, ഇപ്പോൾ നിങ്ങളെ സാധാരണ മീനും മറ്റുമെല്ലാം റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന സാധനമാണല്ലോ സാധാരണ ഐസ് കട്ട. ഇപ്പോൾ അമോണിയൊക്കെ ഉപയോഗിക്കുന്നതാണ് വളരെ പോയിസണസ് ആയിട്ട് മാറാൻ കാരണം. എങ്കിലും സാധാരണ ഉപയോഗിക്കുന്ന ഐസാണല്ലോ മീൻ കേടാവാതിരിക്കാനുള്ള റെഫ്രിജറൻറ്റ്. അതുപോലെ കോവിഡിൻ്റെ വാക്സിന് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു റെഫ്രിജറൻ്റ് ആണ് ഡ്രൈ ഐസ്. ഓക്കെ, ഡ്രൈ ഐസ് എന്ന് പറയുന്നത് നല്ലൊരു റെഫ്രിജറൻ്റ് ആണ്. ഇറ്റ് ഈസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ യെസ് കൂട്ടുകാരി, ഇനി നമ്മൾ സിലിക്കണ്ട കോമ്പൗണ്ട്സിലേക്ക് തിരികെ വരുന്നു. സിലിക്കണ്ട കോമ്പൗണ്ട്സ് നമ്മൾ പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ്? സിലിക്ക, സിലിക്കേറ്റ്സ്. സിലിക്കേറ്റ്സ് പറഞ്ഞപ്പോൾ തന്നെ വന്നൊരു പോയിന്റ് ആയിരുന്നു സിയോലൈറ്റ്സ്. ശരി, ദെൻ ഇനി നമ്മൾ പറയുന്നത് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആയിട്ടുള്ള സിലിക്കോൺസിനെ പറ്റിയാണ്. സോ സിലിക്കോൺസ്, റൈറ്റ്? അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞത് സിലിക്ക, സിലിക്കേറ്റ്, സിയോലൈറ്റ്സ്. സിലിക്കന്റെ കോമ്പൗണ്ട്സിൽ ഇനി പറയേണ്ടത് സിലിക്കോൺസ്. എന്താണ് സിലിക്കോൺസ്? സിലിക്കോൺസ് ആർ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. Silicons are ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് നോക്കാം. നമ്മൾ 2 CH3Cl എടുത്തു, സിലിക്കണുമായി ചേർത്ത് ചൂടാക്കി, കോപ്പറിൻ്റെ മറ്റോ പ്രസൻസിൽ. ശരി, അവ 2 CH3Cl എടുത്തു, സിലിക്കണുമായി ചേർത്ത് ചൂടാക്കി. സിലിക്കണിൻ്റെ 4 റൈറ്റ്, 2 CH3Cl പ്ലസ് സിലിക്കൺ. സിലിക്കണിൻ്റെ 4 വാലൻസികളിൽ 2 ക്ലോറിൻ, 2 ആര് കയറി? CH3 അല്ലേ? 2 CH3 2 Cl, അപ്പോൾ 2 CH3 2 Cl. ഇനി ഞാൻ ഇതിനെ, അതായത് Si CH3 CH3 Cl Cl, ഇതിനെ ഞാൻ ഹൈഡ്രോളിസിസ് നടത്തുന്നു. ഹൈഡ്രോളിസിന്റെ റിസൾട്ട് നിങ്ങൾക്കറിയാം. വാട്ടറിലെ ഒരു Hഉം Clഉം കൂടെ ചേർന്ന് HCl പോകും. അപ്പോൾ 2 വാട്ടർ എടുത്താൽ 2 HCl പോകും. ബാക്കി Si CH3 CH3. ഒന്ന് നോക്കണേ, Hഉം Clഉം ചേർന്ന് HCl പോയാൽ ബാക്കി OH. ശ്രദ്ധിക്കുക, വാട്ടറിലുള്ളത് H പ്ലസും OH മൈനസും അല്ലേ? അപ്പോൾ വാട്ടറിലെ H പ്ലസും Cl മൈനസും കൂടെ ചേരുമ്പോൾ HCl പോയി. ദെൻ ബാക്കി OH അവിടെ കയറി. അതുപോലെ ഇവിടുത്തെ Cl Hഉം ചേർന്ന് HCl പോയി, അവിടെയും OH കയറി. റൈറ്റ്? ശരി, ഇനി ഞാൻ ഈ Si CH3 ടോയ്സ് OH ടോയ്സിനെ എടുത്ത് പോളിമറൈസ് ചെയ്യിക്കുന്നു. അതായത് ഇതിൻ്റെ കുറേ മോളിക്യൂൾസ് എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇപ്പം എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, അപ്പോൾ നോക്ക്, 2 CH3Cl ആദ്യം സിലിക്കണുമായി ചേർത്ത് ചൂടാക്കി. സിലിക്കണിൻ്റെ 4 വാലൻസി, മുകളിലും താഴെയും CH3, ഇടത്തും വലത്തും ക്ലോറിൻ. ദെൻ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. Clഉം Hഉം ചേർന്ന് HCl പോയിട്ട് അവിടെ OH, ഇവിടെയും Clഉം Hഉം ചേർന്ന് HCl പോയിട്ട് അവിടെ OH. ശരി, അങ്ങനെയുള്ള CH3 ടോയ്സ് OH ടോയ്സ് എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്ന മോളിക്യൂൾസ് കുറേ പേരെ എടുത്ത് ഞാൻ പോളിമറൈസ് ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് അപ്പോൾ കൂട്ടുകാർ, ഇവിടുത്തെ Hഉം ഇവിടുത്തെ OHഉം കൂടെ ചേർന്ന് വാട്ടർ പോകും ഇല്ലേ? എന്നിട്ട് ഈ O വന്ന് ഇവിടെ കണക്റ്റ് ആവും. അതുപോലെ ഇവിടുത്തെ Hഉം ഇത് കഴിഞ്ഞൊരു മോളിക്യൂൾ ഞാൻ ഇനി വരയ്ക്കുമെങ്കിൽ അതിൻ്റെ OHഉം കൂടെ ചേർത്ത് വാട്ടർ പോകത്തില്ലേ? ഇല്ലേ? അതുപോലെ ഇതിന് മുമ്പൊരു മോളിക്യൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇടത്ത് വശത്തുള്ള OHഉം അതിൻ്റെ Hഉം കൂടെ ചേർന്ന് വാട്ടർ പോകത്തില്ലേ? ശരി, ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് നോക്ക്. സിലിക്കൺ CH3 CH3, ഇവിടുത്തെ OHഉം അതിന് മുമ്പുള്ള Hഉം കൂടെ ചേർന്നെങ്കിൽ വാട്ടർ പോയി. അപ്പോൾ ഇനി അത് തൊട്ട് അടുത്തുള്ള ആളുമായിട്ട് കണക്റ്റ് ആയിരിക്കാം. ഇനി ഈ Hഉം OHഉം ചേർന്ന് വാട്ടർ പോയപ്പോൾ ഈ O വന്ന് സിലിക്കണി കണക്റ്റ് ആയി അല്ലേ? ഇനി ആ സിലിക്കണിൻ്റെ മുകളിലും താഴെ CH3. ഇനി അടുത്ത ഇവിടുത്തെ Hഉം അത് കഴിഞ്ഞ് വരുന്നയാളുടെ OH കൂടെ ചേർന്ന് വാട്ടർ പോയി, ഇവിടെ OA ഉള്ളൂ. ഇതിങ്ങനെ പോളിമറായിട്ട് പോയി. ഈ കിട്ടിയ പോളിമറിന്റെ പേര് സിലിക്കോൺ. സോ
നോക്കൂ, അപ്പോൾ 2 CH3Cl സിലിക്കണുമായി ചേർത്ത് ചൂടാക്കി, മുകളിലും താഴെയും CH3, ലെഫ്റ്റും റൈറ്റിലും Cl. ഹൈഡ്രലൈസ് ചെയ്തപ്പോൾ Cl-ഉം H-ഉം ചേർന്ന് HCl പോയിട്ട് അവിടെ OH വന്നു. ഇനി അതിനെ പോളിമറൈസ് ചെയ്തപ്പോൾ H-ഉം OH-ഉം ചേർന്ന് വാട്ടർ പോയി, ഈ H-ഉം അടുത്ത OH-ഉം ചേർന്ന് വാട്ടർ പോയി, ഈ OH-ഉം അതിനു മുമ്പുള്ള H ചേർന്ന് വാട്ടർ പോയി. ഇങ്ങനെ കുറേ മോളിക്യൂൾസ് എടുത്ത്. അപ്പം നോക്ക് SiCH3CH3 ഇത് ഇടത്തോട്ടം കണക്ട് ആയി. ദെൻ ഈ O വന്ന് ഇവിടെ കണക്ട് ആയി. ദെൻ ഈ H-ഉം അടുത്ത OH ചേർന്ന് വാട്ടർ പോയി, ഇത് അടുത്തടുത്ത് കണക്ട് ആയി. ഇങ്ങനെ N ആൾക്കാരുള്ള ഒരു പോളിമർ ഉണ്ടായി. ഈ പോളിമറിന്റെ പേര് സിലിക്കോൺ. ഓർഗാനോ സിലിക്കൺ പോളിമർ ഈസ് കാൾഡ് സിലിക്കോൺ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഓർഗാനിക് കോമ്പൗണ്ടും സിലിക്കണും ചേർന്ന പോളിമർ. സോ സിലിക്കൺ ഈസ് ആൻ ഓർഗാനോ സിലിക്കൺ പോളിമർ. അപ്പൊ എന്താണ് സിലിക്കോൺ? സിലിക്കോൺ ഈസ് ആൻ ഓർഗാനോ സിലിക്കൺ പോളിമർ. എന്താണ് ഇതിന്റെ യൂസ്? നോക്കിക്കേ, ഇതിന്റെ മുകളിൽ കാണപ്പെടുന്ന ഹൈഡ്രോ കാർബൺ പാർട്ടില്ലേ, അതുപോലെ താഴെ സിലിക്കോണിന്റെ മോളിക്യൂളിന്റെ മുകളിലും താഴെയും ഹൈഡ്രോ കാർബൺ പാർട്ടാണ്. അത് വാട്ടർ റിപ്പലന്റ് ആണ്, അതുകൊണ്ട് വെള്ളത്തെ റിപ്പൽ ചെയ്യും. സോ വെതർ പ്രൂഫ് പെയിന്റുകൾ ഇത് ഉപയോഗിക്കാറുണ്ട്. പരസ്യം കാണിക്കുമ്പോൾ കണ്ടിട്ടില്ല, ഭിത്തിയിലേക്ക് വെള്ളം വന്ന് വീണിട്ട് അത് തിരിച്ചു പോകുന്നത്. സോ വെതർ പ്രൂഫ് പെയിന്റുകൾ ഉപയോഗിക്കുന്നത് സിലിക്കോൺ ആണ്. റൈറ്റ്, നോക്കൂ, ഇത് നിങ്ങളുടെ സിലിക്കോൺ. നോക്കൂ, ഇതിങ്ങനെ ഇവിടുത്തെ അവർ കളഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ശരിക്കും ഈ OH-ഉം അതിന് മുമ്പുള്ള ആളുടെ H-ഉം ചേർന്ന് വാട്ടർ പോവും, ഇവിടുത്തെ H-ഉം അതിന് ശേഷമുള്ള OH-ഉം ചേർന്ന് വാട്ടർ പോവും. ഇത് നിങ്ങളുടെ സിലിക്കേറ്റിന്റെ സ്ട്രക്ചറാണ്. SiO4 4- യൂണിറ്റുകളായിരുന്നു സിലിക്കേറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ഇത് നിങ്ങളുടെ സിലിക്കേറ്റ്സിന്റെ സ്ട്രക്ചറാണ്. റൈറ്റ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാർബണിന്റെ കോമ്പൗണ്ട്സും സിലിക്കണിന്റെ കോമ്പൗണ്ട്സും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ P ബ്ലോക്ക് എന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. നോക്കൂ, P ബ്ലോക്ക് എലമെന്റ്സ് +1 കെമിസ്ട്രിയിൽ നമ്മൾ പറയുക 13, 14 ഗ്രൂപ്പുകൾ മാത്രമാണ്. ബോറോണും അലുമിനിയം ഉൾപ്പെടുന്ന 13ാം ഗ്രൂപ്പ്, കാർബൺ സിലിക്കണൊക്കെ ഉൾപ്പെടുന്ന 14ാം ഗ്രൂപ്പ് എലമെന്റ്സ്. ആദ്യം നമ്മൾ 13ാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കോൺഫിഗറേഷൻ പറഞ്ഞു. ദെൻ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. ദെൻ അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും +3 സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നതായും +1 സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുന്നതായിട്ടും പറഞ്ഞു. അവരുടെ ഫോർമുല ഓഫ് കോമ്പൗണ്ട്സ് പറഞ്ഞു. ദെൻ റിയാക്ഷൻ വിത്ത് എയർ, വാട്ടർ, ഇതെല്ലാം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ ബോറോണിന്റെ അനോർമലസ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. ദെൻ കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ പറഞ്ഞു. അത് ബൊറാക്സ്, ഓർത്തോബോറിക് ആസിഡ്, ഡൈബൊറൈൻ, ഈ കോമ്പൗണ്ട്സും അതുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നീട് 14ാം ഗ്രൂപ്പ് എലമെന്റ്സ്, അവരുടെ കോൺഫിഗറേഷൻ, ദെൻ കോമ്പൗണ്ട്സിനെ സംബന്ധിച്ച്, ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ സംബന്ധിച്ച്, കാർബണിന്റെ അനോർമലസ് പ്രോപ്പർട്ടീസ്, ആ മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, കാർബണിന്റെ കോമ്പൗണ്ട്സ്, സിലിക്കണിന്റെ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത്രയുമായപ്പോൾ P ബ്ലോക്ക് കംപ്ലീറ്റ് ആയി. കൂട്ടുകാരെ, ക്ലാസ് നന്നായി കണ്ടുപഠിക്കുക, നന്നായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. താങ്ക് യു ആൾ.